പക്ഷെ റഷ്യയാണ് ഈ യുദ്ധം കൊണ്ട് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ രാജ്യം. ഈ യുദ്ധം സംഭവിച്ചത് എന്താണ്? അന്താരാഷ്ട്ര വിപണികളിൽ എണ്ണ ദൗർലഭ്യമുണ്ടായി. അമേരിക്കയ്ക്ക് റഷ്യയുടെ നേരെ ചെലുത്തിയ ആ ഒരു ഉപരോധം പിൻവലിക്കേണ്ടി വന്നു തൽക്കാലത്തേക്ക്. അപ്പോൾ റഷ്യൻ കപ്പലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തായി കടലുകളിൽ നങ്കൂരപ്പെട്ടിരിക്കുന്നത് എണ്ണ നിറച്ച കപ്പലുകളാണ്, പഴയ ഓയിൽ ടാങ്കേഴ്സാണ്. അവയെല്ലാം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് അമേരിക്ക തന്നെ റഷ്യയോട് പറയുകയാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും വാങ്ങിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഇറാന് പ്രത്യക്ഷ പിന്തുണയുമായി റഷ്യ എത്തുന്നു എന്ന വിവരം യൂറോപ്പ് ഇന്റലിജൻസും US ഇന്റലിജൻസും പങ്കുവച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ റഷ്യ ഇറാൻ പക്ഷത്താണ് എങ്കിലും പ്രത്യക്ഷമായി റഷ്യ ഇതുവരെ യുദ്ധത്തിൽ പങ്കാളിയായിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ റഷ്യൻ ഡ്രോണുകൾ ഇറാനിൽ എത്തുമെന്നാണ് യൂറോപ്പിന്റെ ഇന്റലിജൻസ് നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ റഷ്യയുടെ കൈവശമുള്ള അതിശക്തമായ മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ ഇറാന് കൈമാറുന്നതോടെ യുദ്ധത്തിന്റെ ഗതി മാറുമെന്നും ഇറാൻ യുദ്ധത്തിൽ ഇറാന് പ്രത്യക്ഷ പിന്തുണ നൽകുന്ന നടപടിയായി റഷ്യയുടെ ഈ നടപടി മാറുമെന്നും യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ റഷ്യയുടെ കൈവശമുള്ള മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ കൂടി ഇറാൻ ശേഖരത്തിലേക്ക് എത്തുന്നതോടെ ഇറാൻ കുറെ കൂടി ശക്തരാകില്ലേ? ഇത് വലിയ അപകടം വരുത്തി വെക്കുമോ? റഷ്യ പൊതുവെ ഇപ്പോൾ എല്ലാ കോൺഫ്ലിക്റ്റിൽ നിന്നും മാറി നിൽക്കുന്നു. കാരണം റഷ്യക്ക് റഷ്യയുടേതായ ഒരു യുദ്ധമുണ്ട്. അത് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2022 ഫെബ്രുവരി മുതൽ ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന അവസാനമില്ലാതെ നീളുന്ന യുദ്ധമുണ്ട്. മറ്റൊരു പോർമുഖം കൂടി തുറക്കാൻ റഷ്യ ഈ തരുണത്തിൽ തയ്യാറാവുമോ എന്ന ഒരു ചോദ്യം ഒരു വശത്തുണ്ട്. മറുപക്ഷത്ത് ഇറാൻ ഇത്രയും പിടിച്ചു നിന്നത് എങ്ങനെയാണ്? ഇറാൻ്റെ മാത്രം ഒരു മേന്മയായി കരുതാനാവുമോ? ഇറാൻ ചരിത്രപരമായി ഈ അടുത്ത സമയത്ത് പോലും റഷ്യക്ക് ഡ്രോണുകൾ നൽകി സഹായിച്ച ഒരു രാജ്യമാണ്. തിരിച്ചൊരാവശ്യം വരുമ്പോൾ റഷ്യ അതിനേക്കാൾ ശക്തിയുള്ള റഷ്യൻ നിർമ്മിതമായ ഡ്രോണുകൾ ഇറാന് നൽകുന്നു എന്ന് പറയുന്നത് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരിട്ടുള്ള ഒരു ഇടപെടലും ഒരു പ്രസ്താവനയും യുദ്ധത്തിൽ തങ്ങൾ പങ്കുചേരും എന്ന ഒരു സൂചനയും റഷ്യ ഇതുവരെ നൽകിയിട്ടില്ല, ചൈന ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷെ റഷ്യയാണ് ഈ യുദ്ധം കൊണ്ട് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ രാജ്യം. അതെങ്ങനെയാണെന്ന് നോക്കൂ. റഷ്യ ഒരു എണ്ണ ഉത്പാദക രാജ്യമാണ്. അവരുടെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്ന് എണ്ണയാണ്, മറ്റൊന്ന് ആയുധ വിൽപ്പനയാണ്. ഇപ്പോൾ റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്നത്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്നത് കുറച്ചുകൊണ്ട് വന്നിരിക്കുന്നു. റഷ്യൻ എണ്ണ ഒരു സമയത്ത് 38% ഇന്ത്യയുടെ എണ്ണ ആവശ്യങ്ങൾ റഷ്യ നിർവഹിച്ചിരുന്നു. വളരെ സമീപകാലത്ത്, പണ്ട് കാലത്ത് ഇല്ലായിരുന്നു. ഉക്രൈൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് ഇന്ത്യ കാര്യമായി എണ്ണ ഇറക്കുമതി ചെയ്തിട്ടേ ഇല്ല. 1% താഴെയായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി. പിന്നീട് അത് വർദ്ധിച്ചു. അത് നല്ല കാലമാണെന്ന് തോന്നാമെങ്കിലും റഷ്യക്ക് യൂറോപ്യൻ വിപണി നഷ്ടപ്പെട്ടു, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഓയിൽ. ഇപ്പോഴിതാ ഈ യുദ്ധം സംഭവിച്ചത് എന്താണ്? അന്താരാഷ്ട്ര വിപണികളിൽ എണ്ണ ദൗർലഭ്യമുണ്ടായി. അമേരിക്കയ്ക്ക് റഷ്യയുടെ നേരെ ചെലുത്തിയ ആ ഒരു ഉപരോധം പിൻവലിക്കേണ്ടി വന്നു തൽക്കാലത്തേക്ക്. അപ്പോൾ റഷ്യൻ കപ്പലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തായി കടലുകളിൽ നങ്കൂരപ്പെട്ടിരിക്കുന്നത് എണ്ണ നിറച്ച കപ്പലുകളാണ്, പഴയ ഓയിൽ ടാങ്കേഴ്സാണ്. അവയെല്ലാം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് അമേരിക്ക തന്നെ റഷ്യയോട് പറയുകയാണ്. ഒന്ന് നോക്കൂ, റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങരുത്, വാങ്ങിയാൽ തങ്ങൾ ടാരിഫ് 50% അടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് വിരട്ടി നിർത്തിയിരിക്കുന്നത്, 25% ടാരിഫ് അഡീഷണൽ വിരട്ടി നിർത്തിയിരുന്നത് പിൻവലിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ റഷ്യയിൽ നിന്ന് നിങ്ങൾ എത്ര വേണമെങ്കിലും വാങ്ങിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ റഷ്യ ഏറെ നേട്ടം ഇവിടെ കൈവരിക്കുന്നു. ഈ യുദ്ധം നീണ്ടുപോകുന്തോറും റഷ്യൻ എണ്ണയ്ക്ക് വിപണി ലഭിക്കുകയാണ്, റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിന് ഊർജം ലഭിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം നീണ്ടുപോകേണ്ടത് ആരുടെ ആവശ്യം? ഇറാനോടുള്ള സ്നേഹം ഒരു വശത്ത് റഷ്യക്ക്, മറുവശത്ത് പരമാവധി ഈ യുദ്ധം നീണ്ടുപോകുന്നിടത്തോളം കാലം, ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നിടത്തോളം കാലം, അതുവഴിയുള്ള എണ്ണ വ്യാപാരം സുഗമമാവാത്തിടത്തോളം കാലം റഷ്യൻ എണ്ണയ്ക്ക് നേരെ ഉപരോധം കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് കഴിയില്ല, വേറെ ആർക്കും കഴിയില്ല. ഇതാണ് റഷ്യയെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് പരമാവധി ഉപരോധം ലംഘിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഒരു റഷ്യൻ കപ്പൽ ഇപ്പോൾ വെനിസ്വേലൻ എണ്ണ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ക്യൂബയ്ക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക തടയുമോ?
റഷ്യൻ കപ്പൽ എണ്ണക്കപ്പൽ തടഞ്ഞാൽ അത് യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ്. യുദ്ധക്കപ്പലുകളാണ് റഷ്യൻ കപ്പലിനെ അകമ്പടി പോകുന്നത്. അതുകൊണ്ട് റഷ്യൻ സഹായം ഇറാന് ലഭിക്കും, ലഭിച്ചുകൊണ്ടേയിരിക്കും, ഇനിയും ലഭിക്കും. നേരിട്ട് റഷ്യൻ പടയാളികൾ ഇറാൻ്റെ മണ്ണിൽ വന്ന് അമേരിക്കൻ പടയാളികളോട് പോരടിക്കുന്ന സാഹചര്യം ഞാൻ കാണുന്നില്ല. അത് സാധ്യവുമല്ല. അതിന് മാത്രമുള്ള ആൾബലം റഷ്യക്കില്ല. അത് മാത്രമല്ല, റഷ്യ വലിയ രാജ്യമാണ്. റഷ്യക്ക് ഇപ്പോൾ തന്നെ കൂലിപ്പട്ടാളം, മേഴ്സനറീസ് അല്ലേ, പല രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ഈ പറയുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ റഷ്യയിലേക്ക് പോയ ആളുകളെക്കുറിച്ചുള്ള കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ, കഥകൾ നമ്മൾ കേട്ടതല്ലേ. അതുകൊണ്ട് ട്രൂപ്സിനെ അയക്കാൻ പറ്റില്ല. റഷ്യക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളുണ്ട്. റഷ്യ മേ ബി ഡൗൺ ബട്ട് നോട്ട് ഔട്ട്. ഇൻ്റലിജൻസ് വൈസ് ഒരു കാലത്ത് വൻ ശക്തിയായിരുന്നു റഷ്യയുടെ KGB. വളരെ ശക്തമായ ഇൻ്റലിജൻസ് നെറ്റ്വർക്കുള്ള രാജ്യമായിരുന്നു. ഇപ്പോഴും റഷ്യക്ക് ആ ഇൻ്റലിജൻസ് സെറ്റപ്പ് ഉണ്ട്. ഇറാന് നേരെ വരുന്ന സകല പ്രതിബന്ധങ്ങളെക്കുറിച്ചുമുള്ള മുൻ അറിവുകൾ ഇറാന് കൃത്യമായി സമയാസമയങ്ങളിൽ പ്രൊവൈഡ് ചെയ്യാൻ റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസിക്ക് കഴിയുന്നുണ്ട്. കുറേയൊക്കെ ഇറാൻ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് കൂടിയാണ്. 2, സാറ്റലൈറ്റുകൾ, റഷ്യൻ സാറ്റലൈറ്റ്സ് ആർ റൊട്ടേറ്റിംഗ് ദ ഗ്ലോബ്. ഈ ഭൂമിക്ക് വലം വെക്കുന്ന 100 കണക്കിന് ഈ റഷ്യൻ ഉപഗ്രഹങ്ങളില്ലേ, ആ ഉപഗ്രഹങ്ങൾ പലതും ചാര ഉപഗ്രഹങ്ങളാണ്. ഇറാനിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി ഒപ്പിയെടുക്കാൻ റഷ്യൻ ചാര ഉപഗ്രഹങ്ങൾക്ക് കഴിയും. കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട്, മറ്റ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഉപഗ്രഹങ്ങളുണ്ട്. അതുമാത്രമല്ല, ഓരോ രാജ്യത്തിൻ്റെയും ടോപ്പോഗ്രഫി അതുപോലെ ഒപ്പിയെടുക്കാൻ മിലിറ്ററി മൂവ്മെൻറ്റ്സ്, പേർഷ്യൻ ഗൾഫിൽ ഓരോ അമേരിക്കൻ കപ്പലും എവിടെയാണ് കൃത്യമായി നങ്കൂരമിട്ടിരിക്കുന്നത്, ട്രൂപ്പ് മൂവ്മെൻറ്റ് എവിടെയാണ്, അമേരിക്കൻ താവളങ്ങളുടെ ഓപ്പറേഷൻസ് എന്താണ്, കൃത്യമായ വിവരം പിന്നെ റഷ്യക്ക് കൊടുക്കാൻ കഴിയും ഇറാന്. ഈ വിവരം ഇറാൻ ഉപയോഗിച്ചതുകൊണ്ടാണല്ലോ അമേരിക്കൻ താവളങ്ങളിലേക്ക് കൂടുതൽ കൃത്യതയോടുകൂടി കഴിഞ്ഞ ആഴ്ചകളിൽ ഇറാൻ ആക്രമണം നടത്താൻ കഴിഞ്ഞത്. നോക്കൂ, അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലേക്ക് പോലും ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. അതിനുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് അമേരിക്ക ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയുകയുമില്ല. കാരണം ആ ഭാഗത്ത് ഇപ്പോൾ USS ഏബ്രഹാം ലിങ്കൻ ഇപ്പോൾ ലേശം പിന്നോട്ട് പോയിരിക്കുന്നു. നാശനഷ്ടങ്ങൾ ചെറുതായിട്ടുണ്ടായിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാം. പക്ഷേ എന്താണ് നാശനഷ്ടങ്ങളുടെ തോത്? അത് ഇറാൻ്റെ മിസൈൽ ഹിറ്റ് കൊണ്ട് സംഭവിച്ചതാണോ, വേറെ എന്തെങ്കിലും കാരണത്താൽ സംഭവിച്ചതാണോ, ആക്സിഡൻ്റ് ആണോ, അറിയില്ല. അതുപോലെ USS ജെറാൾഡ് ഫോർഡ് ഇപ്പോൾ ക്രൊയേഷ്യയിൽ അത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. നോക്കൂ, യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്ന ഒരു കപ്പലാണെന്ന് ഓർക്കണം. മധ്യ ധരണ്യാഴിയിൽ, മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലിന് സമീപം വരെ വന്ന് അവിടെ നിന്നുമാണ് വിമാനങ്ങൾ ഇറാനിലേക്ക് കടന്നു വന്നിരുന്നത്. ഇപ്പോൾ അത് ഓപ്പറേഷനിലല്ല, അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാറ്റിയിരിക്കണം. അതുകൊണ്ടാണ് അമേരിക്ക യുദ്ധം തൽക്കാലത്തേക്ക് കടുപ്പിക്കാതെ വെച്ചിരിക്കുന്നത്. ഒരു 10 ദിവസത്തേക്കുള്ള ആശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പുതിയൊരു കപ്പൽ ഇതാ വരുന്നു, USS ട്രിപ്പോളി വരുന്നു, ആംഫീബിയൻ സേനാംഗങ്ങളെ കൊണ്ട് 2500 പേരെ കൊണ്ട് അത് വരുന്നു. മറ്റ് കപ്പലുകൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. USS ജോർജ് W. ബുഷ് അത് വരുന്നു. വിമാനവാഹിനി കപ്പൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരുപാട് യുദ്ധ കപ്പലുകളുണ്ട്, വിമാനവാഹിനി കപ്പലുകൾ തന്നെ 11 ഉണ്ട്. എല്ലാം മുൻ പ്രസിഡന്റുമാരുടെ പേരുകളും സ്ഥലപ്പേരുകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഫ്ലീറ്റുകളുണ്ട്. ഇവരെയൊക്കെ യുദ്ധക്ഷമമായി നിലനിർത്തേണ്ടതും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കേണ്ടതും ഈ എണ്ണയിട്ട് ആയുധങ്ങളൊക്കെ ഒന്ന് വെക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. പിന്നെ ഇതൊരു ഷോക്കേസിംഗ് ആണല്ലോ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഷോക്കേസിംഗ് ആണ്. ആയുധങ്ങൾ, അമേരിക്കൻ ആയുധങ്ങളുടെ പ്രഹരശേഷി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പ്രാക്ടിക്കൽ സ്റ്റേഷനാണ്. മറ്റ് രാജ്യങ്ങളിലൊന്നും ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നില്ലല്ലോ, റഷ്യയുടെ ആയുധങ്ങളെക്കുറിച്ചുള്ള കാര്യമായ വിവരങ്ങൾ നമുക്കില്ലല്ലോ. അമേരിക്കൻ ആയുധങ്ങൾ നിരന്തരം ഉപയോഗിക്കപ്പെടുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, അമേരിക്കയുടെ വിമാനങ്ങൾ, അമേരിക്കയുടെ, അപ്പോൾ ഇതെല്ലാം തന്നെ വിൽപ്പന ചരക്കുകൾ. ഈ ആയുധങ്ങൾ ഉൾപ്പെടെ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന മാത്രമല്ല, ആയുധങ്ങൾ വിറ്റ് ജീവിക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നീണ്ടു പോകേണ്ടത് റഷ്യക്ക് താല്പര്യമുള്ള കാര്യമാണ്. സമാധാന പ്രക്രിയയിലൊന്നും റഷ്യ നേരിട്ട് ഇടപെടില്ല. റഷ്യ നേരിട്ട് ഇടപെടാൻ അമേരിക്ക അനുവദിക്കുകയുമില്ല. ഇസ്രായേൽ ഒരുപക്ഷെ തയ്യാറായേക്കും, പക്ഷേ അമേരിക്ക ഒരിക്കലും അതിന് തയ്യാറാവില്ല. ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാകുമോ എന്ന് അറിയില്ല. ഗൾഫ് രാജ്യങ്ങളുമായിട്ടൊക്കെ റഷ്യക്കും നല്ല ബന്ധമാണുള്ളത്. റഷ്യയുടെ നേരിട്ടുള്ള കടന്നുവരവ് ഇപ്പോഴും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇറാൻ്റെ പിന്നിൽ മഹാമേരുവായി റഷ്യ ഉണ്ടായിരുന്നു, എക്കാലത്തും ഇനിയും ഉണ്ടാകാനാണ് സാധ്യത. ഇറാൻ പൂർണ്ണമായി തകരുന്നൊരു അന്തരീക്ഷം ഉണ്ടാവുമെങ്കിൽ
ഏത് രൂപത്തിലാണ് റഷ്യ കടന്നു വരിക എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ ആവില്ല. ബാഷർ അൽ അസദിനെ പുറത്താക്കിയപ്പോൾ സിറിയയിൽ റഷ്യ കാര്യമായി ഒന്നും പ്രതികരിച്ചില്ല. അസദിന് അഭയം കൊടുത്തു എന്നല്ലാതെ കാര്യമായി പ്രതികരിച്ചില്ല. ഒരുപക്ഷെ ഇറാൻ്റെ അയത്തുള്ളയെ വേണമെങ്കിൽ റഷ്യക്ക് ആതിഥ്യം നൽകി സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അയത്തുള്ള അലി ഖൊമേനി അവിടെ തന്നെ വീരചരമം പ്രാപിക്കാൻ തന്നെയാണ് തയ്യാറായത്. ഇറാൻ്റെ നേതാക്കൾ ആരും തന്നെ റഷ്യയിലേക്ക് ഓടിപ്പോയി എന്ന ഒരു ആരോപണം പോലും ഇതുവരെ വന്നിട്ടില്ല. നാളുകളിൽ ഇത് വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊന്നും ദേ ആർ നോട്ട് ഓൺ ദ കാർഡ്സ്. റഷ്യ വിൽ ബി വാച്ചിങ് വെരി കെയർഫുള്ളി. ഇറാൻ പൂർണ്ണമായി തകരുന്ന അന്തരീക്ഷമുണ്ടായാൽ റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്ന് എന്ത് നീക്കമാണ് ഉണ്ടാകുന്നത്? ഈ ലോകക്രമം അമേരിക്കയ്ക്ക് എന്തും കാട്ടി അതിൽ വിജയിക്കാനുള്ള ഒരു ലോകക്രമം റഷ്യയും ചൈനയും പൂർണ്ണമായി അംഗീകരിച്ച് കൊടുക്കുമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തെ നേരിടുകയാണ്.